ഹലോ, നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂണിഫോം കോട്ടും പാൻറ്റും മോൻ്റെ തയ്ക്കുന്നൊരു വീഡിയോ. അതായത് ഞാൻ ആദ്യമായിട്ടാണ് യൂണിഫോം പാൻറ്റ് കോട്ടുമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ തന്നെ ഞാൻ തയ്ച്ചെടുക്കാനായിട്ട് പറ്റി കേട്ടോ. അപ്പം ഞാൻ യൂണിഫോം വാങ്ങിയപ്പം 1800 രൂപയാണ് തയ്യക്കൂലി എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അറിയാവുന്ന പോലൊക്കെ തയ്ക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ ആ പാൻറ്റും കോട്ടും കട്ട് ചെയ്തും തയ്ച്ചതുമൊക്കെ. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഷർട്ട് പുറത്ത് കൊടുത്ത് തയ്ക്കുക എന്നുള്ളത്. അപ്പം ഷർട്ടിൻ്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് 2 ഷർട്ട് തയ്ക്കുന്നതിന് 600 രൂപയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ കരുതി എന്നാൽ ഷർട്ടും. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഞാനെങ്ങനെയാണ് പരീക്ഷിക്കണോ, തുണി കളയണോ, വെട്ടിക്കളഞ്ഞാൽ എനിക്ക് വേറെ തുണി വാങ്ങി തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഷർട്ടിൻ്റെ തുണി വെട്ടുന്നതാട്ടോ ഈ കാണുന്നത്. അപ്പം ഞാൻ യൂട്യൂബൊക്കെ റെഫർ ചെയ്തിട്ടാട്ടോ ഈ ഒരു ഷർട്ട് വെട്ടുന്നതും അതുപോലെ മോൻ്റെ ഷർട്ടിൻ്റെ അളവെടുത്തിട്ടൊക്കെയാണ് വെട്ടുന്നത്. കുറച്ച് വലുപ്പത്തിലാണ് ഞാനിതിൽ കട്ട് ചെയ്യുന്നത്, തയ്ക്കുന്നത്. കാരണം യൂണിഫോം ഷർട്ടാണ്, നമുക്ക് അടുത്ത വർഷവും കൂടി ഇടുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്തതൊക്കെ. ഇത് തയ്ച്ച് കഴിയുമ്പോൾ റെഡിയാവുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയും ഇല്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ആദ്യമേ ഒരു ഷർട്ട് തയ്ക്കുക എന്നുള്ളത്. പക്ഷേ വെട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ആവേശം മൂത്ത് ഞാൻ 2 തുണിയും കട്ട് ചെയ്ത് വിട്ടു. പിന്നെ ഞാൻ ഓർത്ത് ഈശ്വര 2 തുണിയും കളയേണ്ടി വരുമോ എന്നൊക്കെ. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഞാൻ അവസാനമൊക്കെ തയ്ച്ചൊപ്പിച്ചു. ഞാൻ ഇതിനു മുൻപ് പഠിക്കാൻ പോയപ്പോൾ ഷർട്ട് തയ്ച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ പേടിയില്ല. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പേടി വന്ന ബട്ടൺ ഹോൾ ഇടാനായിട്ടാണ്. നമ്മുടെ ഈ മെഷീനിൽ ബട്ടൺ ഹോൾ ഇടാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ എത്ര തവണ ശ്രമിച്ചിട്ടും എനിക്ക് ബട്ടൺ ഹോൾ റെഡിയാകുന്നില്ല എന്ന് പറഞ്ഞാൽ നീറ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഷർട്ടൊക്കെ ചെയ്യുമ്പോൾ ബട്ടൺ ഹോൾ നീറ്റല്ലെങ്കിൽ ആ ഒരു ഷർട്ടിൻ്റെ ഭംഗി തന്നെ പോകത്തില്ലേ. അങ്ങനെ ഞാൻ ആദ്യമേ 2-3 വട്ടം ചെയ്ത് നോക്കിയിട്ട് റെഡിയായില്ല. പക്ഷേ വീണ്ടും ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടി കേട്ടോ. അപ്പം ഷർട്ട് തയ്ച്ചപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ബട്ടൺസൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നി. ഇത് ഞാൻ തന്നെയാണോ ചെയ്തതെന്നുള്ളതൊക്കെ. കോളറൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടി. പിന്നെ പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻവാസ് നമ്മൾ കോളറിൽ വെക്കുന്ന കട്ടിയുള്ള ക്യാൻവാസാണ്. പക്ഷേ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് സാധാ ചുരിദാറിന് വെക്കുന്ന ക്യാൻവാസ് ആട്ടോ ഞാൻ വെച്ചത്. യൂണിഫോം ഷർട്ടല്ലേ എന്നോർത്ത് പോട്ടേന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തത്. അതൊക്കെ പിന്നെ തോന്നി അങ്ങനെ വെക്കണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. അങ്ങനെ ഞാൻ യൂണിഫോമൊക്കെ തയ്ച്ച് മോനെ ഇടിയിച്ച് നോക്കിയപ്പം കറക്റ്റായിരുന്നു. അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം മോൻ്റെ കൂടെ തന്നെയുള്ളൊരു കൊച്ചിന് യൂണിഫോം അവർ പുറത്ത് കൊടുത്താണ് ചെയ്യിച്ചത്. അപ്പോൾ ഇവർ 2 പേരും യൂണിഫോം ഇട്ട ദിവസം അവളുടെ യൂണിഫോമത്തിന് തീരെ ഇറക്കക്കുറവൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണ്ട. ഇപ്പം ഞാനിത് തട്ടിക്കൂട്ടി ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഞാൻ ചെയ്തതാണ് കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും കാണാം. ടാറ്റാ.